നീണ്ട 15 വർഷത്തെ മമതയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. ഇപ്പോൾ. ഇന്നലെ രാത്രിയോടെ തന്നെ പശ്ചിമ ബംഗാൾ ഗവർണർ ആർ.എൻ. രവി മമതയെ തൂക്കി പുറത്തേക്ക് എറിയുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ മന്ത്രിസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിർണായക യോഗങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയിൽ എത്തിയിരിക്കുകയാണ്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട 207 ബി.ജെ.പി. എം.എൽ.എമാർ ഈ സുപ്രധാന യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവിനെ ഔദ്യോഗികമായി ഇന്ന് തെരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പശ്ചിമ ബംഗാളിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മമതാ ബാനർജിയെ അവരുടെ ശക്തി കേന്ദ്രമായ ഭവാനിപൂരിൽ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഏറ്റവും മുന്നിലുള്ളത്. ബംഗാളിന്റെ മണ്ണറിഞ്ഞ പ്രാദേശിക വേരുകളുള്ള നേതാവ് വേണമെന്ന മുൻഗണനയാണ് ബി.ജെ.പി. നേതൃത്വം നൽകുന്നത്. സുവേന്ദുവിനെ കൂടാതെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ, മുതിർന്ന ബി.ജെ.പി. നേതാവ് ദിലീപ് ഘോഷ്, ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഗ്നിമിത്ര പോൾ എന്നിവരാണ് പരിഗണനയിൽ ഉള്ള മറ്റുള്ളവർ. ഇന്ന് കൊൽക്കത്തയിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയുടെ പേര് നിർദ്ദേശിക്കും. യോഗത്തിന് ശേഷം ബി.ജെ.പി. നേതാക്കൾ രാജ്ഭവനിലെത്തി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ മെയ് 9 ശനിയാഴ്ച കൊൽക്കത്തയിലെ ചരിത്രപ്രധാനമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ബംഗാളിലെ ഹിന്ദു പാരമ്പര്യം മടക്കിക്കൊണ്ടുവരിക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന് മംഗളകരമായ തുടക്കമെന്നോണമാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനം തന്നെ തെരഞ്ഞെടുത്തത്. ബംഗാളിൽ കഴിഞ്ഞ 15 വർഷമായി തൃണമൂൽ സർക്കാർ പ്രോത്സാഹിപ്പിച്ച ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റവും മുസ്ലിം ഗുണ്ടായുസവും ചേർന്ന് ബംഗാളിന്റെ സമ്പന്നമായ ഹിന്ദു പൈതൃകത്തെയും സംസ്കാരത്തെയും തകർത്തിരുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിതകളും അതോടൊപ്പം തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരവും വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ ഉൾപ്പെടെയുള്ളവർ സൃഷ്ടിച്ച സാഹിത്യ കൃതികളും ചേർന്ന് വലിയൊരു സമ്പന്ന പൈതൃകം ബംഗാളിനുണ്ടായിരുന്നു. വൈഷ്ണവ സംസ്കാരം ബംഗാളിൽ കൊണ്ടുവന്ന ചൈതന്യ മഹാപ്രഭുവും ബംഗാളിന്റെ ഹൈന്ദവ പൈതൃകത്തിന്റെ ഭാഗമായാണ്. രവീന്ദ്ര സംഗീതവും അതോടൊപ്പം തന്നെ വന്ദേ മാതരവും വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ സാഹിത്യവുമെല്ലാം ബംഗാളിന്റെ നവോത്ഥാനത്തെ രൂപപ്പെടുത്തിയ ഘടകങ്ങളാണ്. എന്നാൽ ഇതെല്ലാം ഇന്നത്തെ ബംഗാളിന് അന്യമാണ്. ആ വേരുകളിലേക്ക്, സമ്പന്ന പൈതൃകത്തിലേക്ക് അതായത് ബംഗാളിലെ ജനങ്ങളെ മടക്കിക്കൊണ്ടുവരാനാണ് ബി.ജെ.പിയുടെ ശ്രമം. എന്നാൽ കഴിഞ്ഞ 15 വർഷത്തെ ഭരണത്തിൽ ഇതെല്ലാം താറുമാറായി. ഇപ്പോഴിതാ വീണ്ടും ഒരു ഹിന്ദു സംസ്കാരത്തിന്റെ ശക്തമായ പുനരുദ്ധാനം ബി.ജെ.പി. സർക്കാർ ലക്ഷ്യമിടുകയാണ്. ഇതിന് നിരവധി പദ്ധതികളും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇക്കൊരു ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നതിന് പകരം ജയ് മാ കാളി, ജയ് മാ ദുർഗ തുടങ്ങിയ മന്ത്രങ്ങളാണ് ബി.ജെ.പി. പ്രവർത്തകർ ഉയർത്തിയത്. ബംഗാളിന്റെ ശക്തമായ സംസ്കൃത പാരമ്പര്യത്തെ ഉണർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ബംഗാളിലെ സമ്പന്നമായ ഹിന്ദു പൈതൃകം പുനർജീവിപ്പിക്കാൻ വേണ്ടി വന്ദേ മാതരം മ്യൂസിയം തുറക്കുമെന്ന് ബി.ജെ.പി. പ്രവർത്തകർക്ക്, അതായത് ബി.ജെ.പി. ബംഗാളിലെ ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ബംഗാളിലെ ഹിന്ദു ആരാധനാലയങ്ങൾ അത് ബന്ധിപ്പിച്ചുകൊണ്ടൊരു ശക്തിപീഠം സർക്യൂട്ട് തുറക്കുമെന്നും ബംഗാളിൽ ബി.ജെ.പി. വിജയിച്ചതിനു ശേഷം മമത അടച്ചുപൂട്ടി, അതായത് 15 വർഷം മുമ്പ് മമത അടച്ചുപൂട്ടിയ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം ഓരോന്നോരോന്നായി തുറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.